വടക്കൻ സ്റ്റെക്കിനെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ബസ്സിൽ സ്റ്റോറി മോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ സെക്കൻഡ് വീഡിയോ ആണ് ബസ്സിൽ സ്റ്റോറി മോഡിൻ്റെ. സോ ഗൈസ് എൻജോയ്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബസ് ഡ്രൈവിംഗ് ഇന്തോനേഷ്യയുടെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മുടെ കയ്യിൽ നല്ല മോഡിഫൈഡ് സ്റ്റിക്കർ അടിച്ച ബൈക്ക് ബിയറിൻ്റെ സ്റ്റിക്കർ അടിച്ചൊരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് സാഡ്ലി എന്ന് പറയട്ടെ, നമ്മുടെ ബസ് ആക്സിഡൻ്റ് ആയി ഗൈസ്. അന്ന് എടുത്ത ദിവസം നമ്മൾ കുറച്ച് ഓടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഗൈസ്, ഗോവ വരെ ആയിരുന്നു ട്രിപ്പിൻ്റെ ഇടയ്ക്ക് വെച്ച് വണ്ടി ആക്സിഡൻ്റ് ആയി. ഈ ഒരു റൂട്ട് വെച്ചാണ് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ ഗൈസ് ആക്സിഡൻ്റ് ആയ ഉടനെ തന്നെ ഇവിടെ ആർക്കൊന്നും പറ്റിയില്ല ഭാഗത്തിന്. പക്ഷേ വണ്ടി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് കുറച്ച് ചളുങ്ങി മൊത്തം പൊടിയായി കിടക്കുന്നത് ഗൈസ് പറഞ്ഞേക്കുന്നത്. ഗൈസ് ഇതൊരു 2 ദിവസം മുന്നുള്ള പരിപാടി. ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പം എന്തായാലും വന്നപ്പം ഇപ്പം അവരാണെങ്കിൽ റോഡിൽ നിന്ന് മാറ്റി നമ്മുടെ ഒരു ഫ്രണ്ടിന് വീട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ ഇവിടെ കയറ്റിയിട്ടേക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ലൊക്കേഷനിൽ എത്തി. എന്തായാലും ഇവിടെ എത്തി. അപ്പം ഇവിടെ എത്തിയപ്പം ഇപ്പോഴാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തി. എന്തായാലും ബസ്സിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളതിൻ്റെ തൊട്ട് സൈഡിലെ ഒരു ക്ലീനിങ് ഏരിയയിലായിരുന്നു നിന്ന്. നമ്മുടെ ഗൈസ് ആ ബ്ലൂ മതിലിട്ട വീട് കണ്ടോ, അവിടാണ് ഗൈസ് നമ്മുടെ ബസ് കയറ്റിയിട്ട് നിന്നാണ്ട് ഗൈസ് ബസ് മൊത്തം അഴുക്കായി ഗൈസ്. മൊത്തം എന്ന് വെച്ചാൽ മൊത്തം എന്തോ ചെയ്യുന്നത്, എങ്ങനെ വിട്ട് വണ്ടിയെന്നറിയോ. എന്തായാലും നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്. ടയറൊക്കെ തിരിയുന്നുണ്ട് ഭാഗ്യം. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് നൈസായിട്ടൊന്ന് ഇറക്കാം. കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണ്, അതുകൊണ്ട് ഇച്ചിരി പ്രശ്നമാണ് ഇറക്കാൻ. ഇറക്കാം നമുക്ക്. എങ്ങനെയൊക്കെയോ ഇപ്പം എന്തായാലും ഗൈസ് വണ്ടിയുടെ അകം മൊത്തം പോയി ഗൈസ്. മൊത്തം ഇവിടെ ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല ഭാഗത്തിന്, അല്ലാതെ മൊത്തം ഇവിടെ വൃത്തികേടായി. എന്തോ ചെയ്യാൻ ഭാഗത്തിന് ഗൈസ് വൈപ്പറൊക്കെ ഓണാവുന്നുണ്ട്. ഫ്രണ്ട് മൊത്തം ചളങ്ങി ഗൈസ്. ഞാൻ ഫ്രണ്ടിലൊരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. നോക്ക് ഗൈസ്, ഫ്രണ്ട് വേണ്ട ഇവിടുന്ന് നന്നായിട്ട് ചളങ്ങിയിട്ടുണ്ട്. പിന്നെ മൊത്തം പൊടിയായിട്ടുണ്ട്. ഈ നമ്മുടെ ഈ സൈഡാണ് ഗൈസ് ഒടുക്കുന്നത് പൊടി. എന്ന് വെച്ചാൽ നമ്മുടെ ലോഗോ മൊത്തം വെള്ള കളറായിരുന്നു, അത് മൊത്തമാണ് ഗൈസ് പൊടിയായിരിക്കുന്നത്. ഭയങ്കര ഒരു വലിയ സംഭവമായത്. നമ്മളൊട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ എന്തെങ്കിലും പറ്റുമെന്ന്. ഞാനല്ല വണ്ടി ഓടിച്ചത്, എൻ്റെ ഒരു നമ്മുടെ പയ്യനാണ് വണ്ടി ഓടിച്ചത്. പക്ഷെ പുള്ളി ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷയില്ല. ഒരുത്തൻ റോങ് സൈഡ് കയറ്റിക്കൊണ്ട് വന്നാണ് ഇങ്ങനെ പറ്റിയത് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ കയറ്റി ഗൈസ്. എന്തായാലും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് വർക്ക്ഷോപ്പ്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. എന്തായാലും വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി പണിഞ്ഞ് എന്തായാലും ഗൈസ് ഇനി ഈ സ്റ്റിക്കർ തന്നെ വെക്കാൻ പറ്റത്തില്ല എന്തായാലും. അതുകൊണ്ട് നമുക്ക് വേറെ സ്റ്റിക്കർ അടിച്ച് വണ്ടി എന്തായാലും നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ എന്തായാലും ഇത് പുതിയ വണ്ടിയാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയൊരു വണ്ടിയാണ്. നമ്മൾ ഈ ഇടയ്ക്കാണ് സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയത്. ഫസ്റ്റ് ട്രിപ്പായിരുന്നു ഗൈസ്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഫസ്റ്റ് ട്രിപ്പ് തന്നെ ആക്സിഡൻ്റ് ആകുമെന്ന്. ഇതൊരു മെക്കാനിക്കിൻ്റെ ഷോപ്പാണ്, പുള്ളിയുടെ വലിയൊരു ഷോപ്പാണ്. ഇപ്പം പുള്ളി ഇപ്പം വെളിയിലാണ്. അപ്പം നമ്മളെന്തായാലും ബസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പുള്ളി കുറച്ച് നേരം കഴിഞ്ഞ് വരും. അപ്പം ബസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആയതാ. അപ്പം വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. പുള്ളി പറഞ്ഞൊരു നേടാ നീ ഒരു 2 ദിവസം കഴിഞ്ഞ് വാ, അപ്പോഴത്തേക്ക് ഞാൻ സെറ്റാക്കി വെച്ചേക്കാം. അപ്പം നമ്മുടെ താക്കോലെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ സ്ഥലമായിട്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, സീനൊന്നുമില്ല.
എന്നാലും ഞാൻ പോകുന്നവർ എന്തായാലും സെക്യൂരിറ്റി പറഞ്ഞേക്കാം, വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞേക്കാം. എന്തായാലും അവൻ വരുമ്പോഴത്തേക്കെല്ലാം സെറ്റാക്കി ഇട്ടേക്കും, നമുക്ക് വലിയ സീനില്ല. അതും അവൻ ഇവിടെ ഇടത്തില്ല, വേറൊരു സ്ഥലത്തായിരിക്കും വണ്ടി ഇടുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വേറൊരു 50 വണ്ടി എന്തായാലും ഇവിടെ ഒരു പാർക്കിംഗ്, ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം ഈ സ്ഥലത്ത് വണ്ടി ഇടണം. അപ്പം നമുക്ക് അവിടെ വണ്ടി ഇട്ട്, അവിടെ വർക്ക്ഷോപ്പ്, പക്ഷെ അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി വരുമ്പോൾ നമുക്ക് വണ്ടി വെളിയെടുക്കാൻ പറ്റില്ല, നമ്മുടെ വണ്ടി. അതുകൊണ്ട് അവൻ നമ്മുടെ വണ്ടി എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ട് വരും. അപ്പം നമ്മൾ അവിടെ അവൻ ലൊക്കേഷൻ ഇട്ട് നമുക്ക് അവിടെ ചെന്ന് വണ്ടി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ താക്കോൽ അവിടെ വെച്ചത്. അവനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞേക്കാണ്. അപ്പം നമ്മൾ എന്തായാലും അവൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ അവനാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്ത് വെളിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടി ഇട്ടിരുന്ന സ്റ്റിക്കർ തന്നെ ഇടാൻ കുറേ നോക്കി ശ്രമിച്ചു, പക്ഷേ ആ സ്റ്റിക്കർ എവിടെയും കിട്ടാനില്ല. ഇപ്പം ആ സ്റ്റിക്കർ മറ്റേ മൊത്തം അഴുക്കായി കീറിയൊക്കെ പോയതുകൊണ്ട് നമ്മൾ അത് തന്നെ ഇട്ടില്ല. അപ്പോൾ നമ്മൾ അത് കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല ഗൈസ്, കിട്ടാനേ ഇല്ല സംഭവം. അതുകൊണ്ട് അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വൈറ്റ് ബേൺ സ്റ്റിക്കർ അടിച്ചോ. അപ്പം അവൻ പറഞ്ഞ ആടാ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, അത് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ അത് അടിച്ചോളാം. പക്ഷേ ഗൈസ് ഈ സ്റ്റിക്കറാണ് എനിക്ക് അതിനെക്കാട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റിക്കറാണ്. അത് കൂടാതെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് ലോഗോ വരുന്നുമുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും വണ്ടി ഇപ്പം സെറ്റ് കണ്ടീഷനായി. സ്റ്റിക്കർ അടിച്ചു, അതിൻ്റെ ഇൻറ്റീരിയർ മാറിയില്ല, മൊത്തം ക്ലീൻ ആക്കി, പിന്നെ റിപ്പയർ എല്ലാം ചെയ്തു. ഫ്രണ്ടൊക്കെ ഇപ്പോൾ സെറ്റായി. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് വണ്ടി ഇവിടെ വെളി പാർക്ക് ചെയ്തേക്കുവാണ്. ഗൈസ് നോക്ക് ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ നമ്മുടെ വൈറ്റ് ബേണിൻ്റെ ലോഗോ അപ്പുറത്തെ സൈഡിലാണ് ഗൈസ് സെറ്റ്. വൈറ്റ് ബേഡ് എൻ്റെ മോനെ സെറ്റല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇനി അവൻ്റെ ക്യാഷ് പേ ചെയ്തു. ഏതാണ്ട് ഈ സ്റ്റിക്കർ അടിക്കാനും നമ്മുടെ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാനും പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ കുറച്ച് ഭാഗം നമുക്കൊരു 25 ലക്ഷമായി ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ ക്യാഷ് ഇപ്പോൾ പേ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്ത് പോവാം. ഗൈസ് വണ്ടി അകത്തൊക്കെ കണ്ടോ, നമ്മൾ നേരത്തെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് നോക്കി ഗൈസ്. വണ്ടിയുടെ അകത്ത് മൊത്തം സെറ്റ് കണ്ടീഷനൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റ്സും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ആ മാപ്പിൻ്റെ സംഭവവും മൊത്തം അഴുക്കായി എല്ലാം പോയിരിക്കുകയാണ് ഗൈസ്. അതും മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പുള്ളി ഒരു നല്ല വർക്കറാണ്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും സ്റ്റിക്കർ വർക്ക് ഒന്നും പറയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. മറ്റേനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്തായാലും നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയർ ബോക്സും മാറി, എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാം മാറി സെറ്റ്. നമ്മുടെ ഇപ്പം ഷോറൂം കണ്ടീഷനായിരുന്നു. അത് നമ്മളിപ്പോൾ അത് പിന്നെ ഇടിച്ച്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അതുവരെ ടീം വടക്കൻ സൈനിങ് ഔട്ട്. ബൈ.